നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ കണ്ടെത്തലുകൾ 2019 ഒതുങ്ങുന്നതല്ലെന്നത് അതിശയിപ്പിക്കുന്ന കാര്യമല്ല. 2019 നടന്ന കൊള്ള മറച്ചുവെക്കാൻ 2025 ശ്രമം നടന്നുവെന്ന് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത് കേസിന് പുതിയ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുകയാണ്. ഇതോടെയാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായത്. ഇനി അന്വേഷണം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പങ്കിലേക്കും വ്യാപിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ 2 കാലഘട്ടങ്ങളിലെയും തന്ത്രിമാരുടെ പേരുകളും പരാമർശിക്കപ്പെട്ടതോടെ ആരായാലും നിയമത്തിന് മുന്നിൽ ഉത്തരവാദിത്തം ഒഴിവാക്കാനാകില്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. അയ്യപ്പനെ പറ്റിച്ചവർ, അയ്യന്റെ മുതൽ കട്ടവരിൽ നല്ല പിള്ള ചമഞ്ഞവരും നിയമത്തിന്റെ മുന്നിലേക്ക്. പത്മകുമാറും വാസുവും അഴിക്കുള്ളിൽ കിടന്ന പോലെ പ്രശാന്തിനെയും കയ്യാമം വെക്കേണ്ടി വരില്ലേ? SITക്ക് കൊള്ള പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ശബരിമല സന്നിധാനത്ത് 2 കാലഘട്ടങ്ങളിലായി സ്വർണ്ണക്കൊള്ള നടന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് 2019 മാത്രമല്ല 2025 നീക്കങ്ങൾ അന്വേഷിക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്തും അന്വേഷണ പരിധിയിലേക്ക് വരികയും പ്രതിയാവുകയും ചെയ്തിരിക്കുകയാണ്. ഇനി 2025 സ്വർണ്ണക്കൊള്ളയ്ക്ക് ശ്രമം നടന്നത് അന്ന് ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് 2019 സ്വർണ്ണക്കൊള്ള നടന്നിരുന്നു. അത് മറച്ചുവെക്കാനും ക്രമവൽക്കരിക്കുന്നതിനും വേണ്ടിയാണ് എന്ന SITയുടെ കണ്ടെത്തൽ ഹൈക്കോടതി ശരിവെക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് PS പ്രശാന്തിനെ പ്രതി ചേർക്കാം എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2025 നീക്കങ്ങൾ ഒരു പ്രത്യേക കേസായി പോലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ PS പ്രശാന്തിന്റെ അറസ്റ്റ് പോലും ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുകയാണ്. നല്ല പിള്ള ചമയുകയായിരുന്നു PS പ്രശാന്ത്. ഇന്നലെയും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന പുതിയ വാദമാണ് ഇപ്പോൾ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലെ പറഞ്ഞത്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്ന PS പ്രശാന്ത് ഇപ്പോഴത്തെ UDF സർക്കാരിനെ ഇക്കാര്യത്തിൽ എന്തിനാണ് പഴിചാരുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ്. അതേസമയം 2025 താൻ പ്രസിഡന്റായിരുന്ന സമയത്താണ് ചെന്നൈയിലേക്ക് ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ സമയത്ത് തുടർന്ന് 2019 ഫയലുകൾ പുറത്തു വരാൻ ഇടയായത്. അത് തൻ്റെ നേട്ടമാണ് എന്ന രീതിയിലാണ് PS പ്രശാന്ത് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം 2025 കൊള്ളയുടെ ശ്രമങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയല്ലേ എന്നുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ MS വേണുഗോപാൽ, ശ്രീ M ജയചന്ദ്രൻ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ MS വേണുഗോപാൽ, താങ്കൾ ആ ഉത്തരവ് വായിച്ച് നോക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ആ കുറച്ച് പേജുകൾ മാത്രമേ ഉള്ളൂ, 4-5 പേജുകൾ മാത്രമേ ഉള്ളൂ. അതിൽ വ്യക്തമായിട്ട് ഹൈക്കോടതി പറയുന്ന കാര്യം 2019 അവിടെ സ്വർണ്ണക്കൊള്ള നടന്നിരുന്നു. ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് പകരം സ്വർണം പ്ലേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന സ്വർണം അപഹരിക്കുകയാണ് ചെയ്തത്. തുടർന്ന് അത് കോപ്പർ തെളിയുകയും ചെയ്തു, ചെമ്പ് തെളിയുകയും ചെയ്തു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു ഗ്യാരണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തു വിടുവാനായിട്ട് നീക്കം നടക്കുകയായിരുന്നു. അങ്ങനെ ചെയ്യുകയും ഉണ്ടായി കഴിഞ്ഞ വർഷം. അപ്പോഴാണ് PS പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരുന്ന കാലഘട്ടം. പക്ഷേ പറഞ്ഞത് ഞങ്ങളാണിത് കണ്ടെത്തിയത് എന്ന രീതിയിൽ പോലും അദ്ദേഹം പറയുകയുണ്ടായി. ഞങ്ങൾ ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ക്രമക്കേടും നടത്തിയിട്ടില്ല, ചെന്നൈയിലേക്ക് കൊടുത്തുവിടുകയായിരുന്നില്ല, കൂടെ ആളും പോയിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ അദ്ദേഹം നിരത്തിയതാണ്. പക്ഷേ ഇതെല്ലാം തെറ്റാണെന്ന രീതിയിലാണല്ലോ ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നതും അങ്ങനെ PS പ്രശാന്ത് കേസിൽ പ്രതിയാവുകയും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ 2019 എന്ത് നടന്നോ അത് തന്നെ 2025. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ ആഴം കൂടുകയാണ്. പക്ഷേ SITക്ക് ഇതിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരാൻ കഴിയുമോ താങ്കളുടെ നിരീക്ഷണത്തിൽ? ഇതിൽ ചെമ്പ് തെളിഞ്ഞു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ചെമ്പ് തെളിഞ്ഞിട്ട് ഉള്ളത് ജനങ്ങളുടെ മനസ്സിൽ ചെമ്പ് തെളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇതിലെ പ്രതി ആരെന്നറിയാം. പക്ഷേ SIT പ്രതിയാക്കിയവർ മാത്രമാണോ ഇതിൽ പ്രതി എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ SIT കണ്ടെത്തി വന്നത് 1998 നടന്ന ആ സ്വർണം പൂശൽ അല്ലെങ്കിൽ സ്വർണം പൊതിയൽ ആ പൊതിയൽ പിന്നീട് 2019 കോവിഡിൻ്റെ കരാള രാത്രികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കമുള്ളവർ ചേർന്ന് എടുത്തുകൊണ്ട് പോയി അത്
സ്വർണം എടുത്തു മാറ്റി പിന്നെ ഒരു പേരിനൊരു സ്വർണം പൂശി നിർത്തുകയാണ് ചെയ്തത്. ആ സ്വർണം പൂശലിൽ ഒരുപാട് അപാകത വന്നു. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2025-ൽ 24-ലുമൊക്കെ ഇതിനു വേണ്ടി 2023 നവംബറിലെ തുടങ്ങിക്കഴിഞ്ഞു. ആ ശ്രമങ്ങൾ വീണ്ടും ഒന്ന് സ്വർണം പൂശലായിരുന്നു. ഈ പൂശൽ നടത്തിയത് അതായത് ശരിക്കും പറഞ്ഞാൽ 2019-ലെ ആ മോഷണങ്ങളുടെ തുടർച്ചയാണെന്നുള്ളത് ഇത് സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന കാര്യമാണ്. അത് ഇപ്പോൾ വൈകിയാണെങ്കിലും SIT ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഈ അറിയിക്കലോടുകൂടി ഏതാണ്ട് പ്രശാന്തിലേക്കും കൂടെ എത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ പ്രശാന്തിന്റെ പേരും ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ വന്നിട്ടുണ്ട്. റിപ്പോർട്ട് ഫർദർ സ്റ്റേറ്റ്സ് ദാറ്റ് ഓവർവെൽമിംഗ് മെറ്റീരിയൽസ് ഹാവ് ബീൻ കളക്ടഡ് ക്ലിയർലി എസ്റ്റാബ്ലിഷിംഗ് ദ റോൾ ഓഫ് ശ്രീ മുരാരി ബാബു, ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, PS പ്രശാന്ത്, പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, അഡ്വക്കേറ്റ് A അജികുമാർ, മെമ്പർ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, ശ്രീ കണ്ഠരര് രാജീവര്, ചീഫ് പ്രീസ്റ്റ് തന്ത്രി ശബരിമല, ആൻഡ് ശ്രീ റെജിലാൽ, തിരുവാഭരണം കമ്മീഷണർ ഓഫ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. ഇതാണിപ്പോൾ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. ഇതുകൂടാതെ മറ്റു ചിലരുടെ പേരുകൾ കൂടി വന്നിട്ടുണ്ട്. വി ഓൾസോ ഫൈൻഡ് ഫ്രം ദ റിപ്പോർട്ട് ദാറ്റ് ദ റോൾ ഓഫ് ശ്രീ സുന്ദരേശൻ, then member of the board, ശ്രീമതി ബിന്ദു, സെക്രട്ടറി ഓഫ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, മഹേഷ് മോഹനരു, തന്ത്രി, ശ്രീമതി സുനില, തിരുവാഭരണ കമ്മീഷണർ, ശ്രീ OG ബിജു, എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇങ്ങനെ കുറെ പേരുടെ പേര്, ശ്രീ ഹേമന്ത്, ശ്രീ ഗോവർദ്ധൻ, നാഗഗോവർദ്ധൻ, ജുവലർ ബേസ്ഡ് ഇൻ ബല്ലാരി, പിന്നെ രാജേന്ദ്ര പ്രസാദ്, സെർവ്ഡ് ആസ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡ്യൂറിംഗ് ദ ഇയർ 2020. ശ്രീ രാഹുൽ ഈശ്വർ, 2 തന്ത്രിമാരുടെ പേരുകൾ വന്നിട്ടുണ്ടല്ലോ ഈ കൂട്ടത്തിൽ അല്ലെ. മഹേഷ് മോഹനരുമുണ്ട്, കണ്ഠരര് രാജീവരുമുണ്ട്. അപ്പോൾ ഈ 2025-ലെ ഈ കൊള്ളശ്രമം അത് പ്രസാദ് പറഞ്ഞിരുന്നത് ഞങ്ങൾ കൊടുത്തുവിട്ടൊന്നുമല്ല, കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. ചെമ്പ് തെളിഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയി, ഒരു ക്രമക്കേടും ഞങ്ങൾ നടത്തിയിട്ടില്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെയാണ്. പക്ഷേ ഹൈക്കോടതി പിടിച്ചു, സ്പെഷ്യൽ കമ്മീഷണർ അത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നുള്ളതാണല്ലോ വാസ്തവം. അന്നും പറയുന്നതായിരുന്നു, ഈ ചർച്ചകളിലൊക്കെ പറഞ്ഞതാണ്, 2019-ൽ എന്ത് നടന്നോ അതിനെ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് പിന്നീട് ഒരിക്കലും പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി 2025 കാലഘട്ടത്തിൽ, അത് 2023 നവംബറിലെ തുടങ്ങി ഒരു വെള്ളപൂശലായിരുന്നു, സ്വർണം പൂശൽ. പക്ഷേ 2019-ലെ കാര്യങ്ങൾക്ക് വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വർണം പൂശൽ നാടകമായിരുന്നു അത്. അതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. 2 തന്ത്രിമാരുടെ ഇൻവോൾവ്മെന്റ് വന്നിരിക്കുന്നു 2019-25 കാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ. ശ്രീ മഞ്ജുഷ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT-യെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് എന്നോട് ക്ഷമിക്കുക. കാരണം ജസ്റ്റിസ് ബദറുദ്ദീന്റെ അടക്കം വിധിന്യായങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. SIT-യിലുള്ള വിശ്വാസം പൊതുവിൽ വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കും കുറഞ്ഞു വരുന്നതോ പൊതുസമൂഹത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നതിന്റെ കാരണം SIT-യുടെ ഇതുവരെയുള്ള നടപടികളാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ എല്ലാവരും 100% ആൾക്കാരും SIT-ക്ക് വേണ്ടി കൈയടിച്ചു. എന്നിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പോലുമുള്ള SIT എന്ന് പറയപ്പെടുന്ന SIT ഡിസംബർ ആകുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവിധ ഊർജവും ആവേശവും പോയ SIT ആയി. അത് പറഞ്ഞതാരാ? ജസ്റ്റിസ് ബദറുദ്ദീൻ, കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് തന്നെയാണ്. അപ്പം കേരള ഹൈക്കോടതിയുടെ പൂർണ്ണമായ മേൽനോട്ടത്തിലാണെങ്കിൽ ഏതെങ്കിലും തദ്ദേശ ഇലക്ഷൻ വരികയാണെങ്കിൽ അതിന്റെ ഊർജ്ജം പോകേണ്ട ആവശ്യമുണ്ടോ? ആരെങ്കിലും അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റിസ് ബദറുദ്ദീൻ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? 2, എന്റെ ഏതെങ്കിലും തരത്തിൽ ബന്ധു ആയതുകൊണ്ടല്ല, വിശ്വാസികൾ അയ്യപ്പന്റെ പിതാവായി കാണുന്ന തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി 41 ദിവസം ജയിലിലിട്ടു. ബഹുമാനപ്പെട്ട കൊല്ലം കോടതിയുടെ വിധിയിൽ 4 സ്ഥലങ്ങളിലാണ് പറയുന്നത്. 2 സ്ഥലങ്ങളിൽ നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് എന്ന് എടുത്തു പറയുന്നു. 2 സ്ഥലങ്ങളിൽ ദർ ഈസ് നത്തിങ് ടു പ്ലേസ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്നു. അതായത് SIT-യുടെ ഒന്നുമില്ല എന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതി വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. 3, മഞ്ജുഷിനും എനിക്കും നമുക്കെല്ലാം ആക്സസിബിൾ ആയിരുന്നല്ലോ SIT-യുടെ റിമാൻഡ് റിപ്പോർട്ട്. അതിൽ പറഞ്ഞിരുന്നത് എന്താണ്? തന്ത്രി അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അയ്യപ്പന്റെ ദൈവത്തിന്റെ അനുമതി മേടിക്കാത്തതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റ് ചെയ്ത ആളായിരിക്കും ശബരിമല തന്ത്രി. അപ്പോ SIT-ക്ക് ഒരുപാട് തെറ്റുകളിലേക്കോ നടപടി ക്രമങ്ങളുടെ പോരായ്മകളിലേക്കോ പോയിട്ടുണ്ട്. എന്തിന്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്ത്രിയുടെ വീട്ടിൽ തന്ത്രിയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ദേവസ്വം ബോർഡുകാർ കൊടുത്തുവിട്ട വാജിവാഹനം, ഹൈക്കോടതിയിൽ ഓൾറെഡി റിപ്പോർട്ടുള്ള വാജിവാഹനം, തന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്ത് പിടിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? അപ്പൊ SIT PIT ആയി മാറി, പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറി എന്നുള്ളത് സത്യമാണ്. ഇനി 2, ശ്രീ രമേശ് ചെന്നിത്തല, അങ്ങനെയാണെങ്കിൽ PS പ്രശാന്തിന്റെ പേര് കൂടി പുതുതായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമാണെങ്കിൽ ഇപ്പൊ അല്ല, മുമ്പ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ മുമ്പ് പത്മകുമാറിന്റെ പേര് എങ്ങനെ വന്നു, വാസുവിന്റെ പേര് എങ്ങനെ വന്നു? 2 CPM-കാരായിരുന്നു. അല്ല, ആദ്യ ഘട്ടവും 2ാം ഘട്ടവും തമ്മിലുള്ള വ്യത്യാസം, അതായത് 2019-ലെ കാര്യമായിരുന്നു അന്ന് അന്വേഷണം.
ഇപ്പോൾ 2025 കാര്യവും SIT റിപ്പോർട്ടായി നൽകിയപ്പോൾ PS പ്രശാന്തും പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ അല്ലല്ല തന്ത്രിമാരുടെ അപ്പൊ താങ്കൾ തന്ത്രിമാരെ മാത്രം ഒഴിവാക്കുകയാണ് അതിൽ നിന്നല്ലേ? SITയുടെ കണ്ടെത്തലിൽ നിന്ന് ഒഴിവാക്കുകയല്ല. കൊല്ലം കോടതി കൃത്യമായി കൊല്ലം കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത് അമ്പലത്തിന് 2 രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഉള്ളത്. ഒന്ന് സ്പിരിച്വലും റിച്വലിസ്റ്റിക്കുമാണ്. തന്ത്രിക്ക് ശ്രീകോവിലിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അധികാര അവകാശങ്ങളുള്ളൂ. അതാണ് സത്യം. പക്ഷേ ഹൈക്കോടതിയുടെ ഇന്നലെ ഉത്തരവിൽ സ്ട്രിഞ്ചന്റ് ആക്ഷനിലേക്ക് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BNS അനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നുള്ള കാര്യമാണ്. ആ വിധി ഒന്നുകൂടെ മനസ്സിരുത്തി വായിച്ചാൽ നാലാമത്തെ പേജിലെ നാലാമത്തെ പാരഗ്രാഫ് അതിലാണ് SITയുടെ ക്ലെയിമുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് SIT പറയുന്നത് അതിന് അവസാനം ഹൈക്കോടതി നിരീക്ഷണവും പറയുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്ത്രി കുറ്റക്കാരനാണെന്ന് കുറ്റക്കാരനെന്ന് പറയില്ലല്ലോ ഇപ്പോൾ. ആ സാഹചര്യം വന്നിട്ടില്ലല്ലോ. എവിഡൻസ് ഉണ്ട് എന്ന് SIT പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ഓവർവെൽമിംഗ് എവിഡൻസ് ആണ് തന്ത്രിക്കെതിരെ ഇതിന് മുമ്പുണ്ടായിരുന്നത്. അല്ല അങ്ങനെയാണെങ്കിൽ കോടതിക്ക് ഇത് ഇപ്പോൾ ജാമ്യം നൽകിയ കോടതിയുടെ നിരീക്ഷണമുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത് സ്ട്രിഞ്ചന്റ് ആക്ഷനിലേക്ക് പോകാം എന്നുള്ളതാണ്. കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. എന്നല്ലേ ഒരു കോടതി. അപ്പോൾ കുറ്റവാളി ആകാം അല്ലാതിരിക്കാം, രണ്ടും അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. 100% അല്ല വന്നോട്ടെ ഭാവി 100% തന്ത്രി കുറ്റവാളി എന്നെന്ന് പറയാൻ കാരണം തന്ത്രിക്ക് എന്തെങ്കിലും മെച്ചമുള്ളതുകൊണ്ടല്ല, ആത്മീയ കാര്യങ്ങൾ കൊണ്ടുമല്ല. തന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു ഉത്തരവാദിത്വവും അവകാശങ്ങളും ഇല്ല. കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ് ഇതെല്ലാം. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ദേവസ്വം ബോർഡിനും ദേവസ്വം മാനുവൽ പാലിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. യഥാർത്ഥത്തിൽ തന്ത്രി ഇത്തരം കാര്യങ്ങൾ ഇൻവോൾവ് അല്ല. നേരെ തിരിച്ച് തന്ത്രിയെ ഈ കള്ളക്കേസിൽ കുടുക്കി എനിക്ക് തോന്നുന്നു BJPയുടെ ശ്രീ ജയസൂര്യൻ സാർ വളരെ ഗംഭീരമായിട്ട് ഇന്നലെ ഒരു ചാനലിൽ എന്നോട് പറയുകയുണ്ടായി. തന്ത്രിയെ കുടുക്കിയത് പോലും ബാക്കി ആരെയോ രക്ഷിക്കാനോ ഫോക്കസ് തെറ്റിക്കാനോ തന്ത്രിയുടെ അടക്കം കള്ളക്കേസാണെന്ന് പിന്നീട് പറഞ്ഞ് ആ ഗ്യാപ്പിലൂടെ ബാക്കിയുള്ളവരെ രക്ഷിക്കാനാണോ എന്ന് CPM-ന്റെ കാലത്തെ കാര്യം. ശ്രീ ഷാബു പ്രസാദ്, PS പ്രസാദിന്റെ കാര്യം ശരിയാണ്. കാരണം അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. ഈ രണ്ടാമത് ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്ന സമയത്ത് 2023 നവംബറിൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. ബോർഡ് മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ ഇത് ചെമ്പുപാളികൾ തെളിഞ്ഞു, അതുകൊണ്ട് ഇതിൽ സ്വർണം പൂശിയേ പറ്റുകയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് വരുന്നതിന് വേണ്ടി, അതിനുള്ള ഉത്തരവുകൾ വരുന്നതിന് വേണ്ടി അങ്ങനെ 2025 ഓഗസ്റ്റ് മാസം കൊടുത്തുവിടുന്നു. സെപ്റ്റംബറിലാണല്ലോ ഇത് പുറത്തു വരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇത് സ്വർണം പൂശുവാൻ കൊണ്ടുപോയിരിക്കുകയാണ്, നടപടിക്രമങ്ങൾ പാലിച്ചാണെന്നായിരുന്നു. പിന്നീട് ബോധ്യപ്പെട്ടു ഇത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് കൊണ്ടുപോയത്. പിന്നെ സന്നിധാനത്തിൻ്റെ പരിധി വിട്ട് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അറ്റകുറ്റപ്പണിക്ക്, അത് ലംഘിച്ചു. ഇതെല്ലാം പറഞ്ഞ അവസാനം ഹൈക്കോടതി പറഞ്ഞു തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മാപ്പ് പറഞ്ഞ് തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. PS പ്രസാദ് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ മാപ്പ് പോലും പറഞ്ഞതാണല്ലോ, പിന്നെ എന്നെ പ്രതിയാക്കുന്നത് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന്. സർക്കാർ മാറിയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പ്രതിയായപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയും പറയാം. പക്ഷെ ഇവിടെ തന്ത്രിയെ എന്ത് കാര്യത്തിന് പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യമാണ്. 2025 ഈ നീക്കത്തിലും അങ്ങനെ തന്ത്രിമാരുടെ പേരുകൾ പറയുകയാണ്. രാഹുൽ പറയുന്നത് ഇതിൽ തന്ത്രിക്ക് എന്ത് പങ്കാണുള്ളതെന്നാണ്. മഞ്ജുഷേ, ബാക്കി ഇതിന്റെ നിയമപരമായ എല്ലാ വശങ്ങളും മാറ്റി നിർത്തൂ. രാഹുൽ പറയുന്നത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ തന്ത്രിക്ക് നിയമപരമായി യാതൊന്നും ചെയ്യാനില്ല. തന്ത്രിക്ക് അതിനുള്ള പവറില്ല. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ഈ ശബരിമല വിഷയം ചർച്ച ചെയ്യുന്നു, എത്രയോ നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. നമുക്കൊക്കെ എന്തെങ്കിലും നിയമപരമായ അവകാശങ്ങളോ നിയമപരമായ അധികാരങ്ങളോ ഉണ്ടായിട്ടാണോ ഈ വിസിൽ ബ്ലോവേഴ്സ് ആയിട്ട് മാധ്യമങ്ങളും ഇവിടെയുള്ള നിരീക്ഷകരും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാലങ്ങളായി ഇവിടെ ചർച്ച ചെയ്യുന്നതും നമ്മൾ സമൂഹത്തിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതും? അല്ലല്ലോ. നിയമപരമായ അവകാശം എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഞാൻ ചോദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ശബരിമല തന്ത്രിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ നാട്ടിൽ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം തന്ത്രിമാരുമുണ്ട്. ഈ തന്ത്രിമാർ 24 മണിക്കൂർ അവിടെ വന്നിരിക്കുന്ന ഏർപ്പാട് ഏതെങ്കിലും അമ്പലത്തിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. ഇനിയും ഈ താഴമൺ മഠത്തിന് തന്നെ ആ മധ്യ തിരുവിതാംകൂറിലെ ഒരു കുറഞ്ഞതൊരു 50 ക്ഷേത്രങ്ങളിലെങ്കിലും തന്ത്രമുണ്ട് അവർക്ക്. ഞാൻ തിരുവിതാംകൂറുകാരനാണ്, പന്തളംകാരനാണ്. ഏതെങ്കിലും ഈ താഴമൺ മഠത്തിന് ഇതേ തന്ത്രിക്ക് തന്ത്രമുള്ള ഈ ക്ഷേത്രങ്ങളിൽ അതിൻ്റെ ഉത്സവകാലത്തോ അല്ലെങ്കിൽ ഉടനീളം ഈ തന്ത്രിയുടെ പ്രസൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്ത്രിക്കാണ് പ്രാധാന്യം. ശരി, ക്ഷേത്രത്തിന്റെ അതോറിറ്റിയാണ് തന്ത്രി, ഞാൻ അത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ ശബരിമലയിൽ മാത്രമാണ് ഈ തന്ത്രി ഉടനീളം അവിടെ ഉണ്ടാവുക. ശരി,
അയ്യപ്പന്റെ പിതൃസ്ഥാനത്താണ്, ദേവതയുടെ പിതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, ഒക്കെ ശരി തന്നെ. നിയമപരമായ അധികാരങ്ങളില്ല, അതും ശരി, അതും നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. അതായത് അവിടെ നടക്കുന്ന ഒരു കാര്യത്തിലും ഒരധികാരവുമില്ലാത്ത, ശബ്ദിക്കാൻ ഒന്ന് നാവ് പൂട്ടിവെച്ചും ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ കയ്യും കെട്ടി കണ്ണും പൂട്ടിയിരിക്കുന്ന, അവിടെ വരുന്ന പണം മാത്രം കൊണ്ടുപോകുന്ന ഒരു ജീവിക്കുന്ന മാംസപിണ്ഡം മാത്രമാണോ ഈ തന്ത്രി എന്ന് പറയുന്നത്? ഈ തന്ത്രിക്ക് ഇപ്പം ഞാനും മഞ്ജുഷും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരും പറയുന്നത് പോലെ ഒന്ന് പറയാൻ, അതായത് ഈ കൺമുമ്പിൽ നടക്കുന്ന കൊള്ള, കൺമുമ്പിൽ നടക്കുന്ന അനീതി, ഈ കൊടിയ അനീതികളെ ഒന്ന് ചൂണ്ടിക്കാട്ടാനും ഒന്ന് ഭക്തജനങ്ങൾ, അയ്യപ്പൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആദരവോടെയും ആരാധന അങ്ങനെ കാണുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ല. നിയമപരമല്ല ഞാൻ ഈ പറഞ്ഞത്. അത് ഇപ്പോൾ ജാമ്യം നൽകിയ കോടതി പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം തന്ത്രിക്കെതിരെ തെളിവില്ല, നിയമപരമായിട്ട് തെളിവില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ ഇതെല്ലാം കാണുന്നു. 2019 സ്വർണം പൂശി കൊണ്ടുവന്നതാണ്. പക്ഷെ അത് പിന്നീട് ചെമ്പ് തെളിഞ്ഞു. 40 വർഷത്തെ ഗ്യാരണ്ടിയിൽ കൊണ്ടുവന്ന സാമഗ്രിയുടെ ചെമ്പ് തെളിഞ്ഞു, പിന്നെയും സ്വർണം പൂശാൻ കൊടുത്തു വിടുന്നു. ഇതൊക്കെ തന്ത്രിക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാണല്ലോ താങ്കൾ പറയുന്നത്. പക്ഷെ മറുവശവുമുണ്ട്, തന്ത്രി ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന്, അതിലെ അഡ്മിനിസ്ട്രേറ്റീവ് വശം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താ മഞ്ജുഷേ? രാഹുൽ പറഞ്ഞത് ശരിയാണ്. ഹൈക്കോടതിയുടെ റെഫറൻസ്, ഒരു അയോട്ട ഓഫ് എവിഡൻസ്, ഇതൊക്കെ വെച്ചിട്ട് തന്ത്രിയെ ശിക്ഷിക്കാനൊന്നും പറ്റില്ലായിരിക്കാം. അതിന്റെ നിയമവശം. ഞാൻ ഇതൊന്നും അല്ല പറഞ്ഞത്. ഇതിന്റെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അവിടെയാണ് നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ളത്. കൺമുമ്പിൽ നടക്കുകയാണ് കാര്യങ്ങള്. അദ്ദേഹത്തിനൊന്നും അറിയാൻ വയ്യ, അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതിനെക്കാട്ടിൽ കുറ്റകരമാണ്. ഈ ശ്രീകോവിൽ ഇളക്കി എടുത്തോണ്ട് പോകുന്നു. അതിന്റെ ഇളക്കിയെടുക്കാൻ ഈ സാധനം ഊരിയെടുക്കാൻ പറ്റുക? അത് എന്തിനു കൊണ്ടുപോകുന്നു? ഇതൊരു അനീതിയാണ്. ഇത് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതിനെ ശക്തമായി വിലക്കാൻ, അല്ലെങ്കിൽ അതിനെ തടയാൻ, അല്ലെങ്കിൽ അത് സമൂഹത്തിനെയും ഭക്തജനങ്ങളെയും ബോധിപ്പിക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം, വളരെ വലിയ ഉത്തരവാദിത്വമാണത്. അത് അയ്യപ്പന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന തന്ത്രിക്കുണ്ട്. അത് തന്ത്രി ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ല, അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ പറ്റില്ലായിരിക്കാം. ശരി, പക്ഷേ രാഹുലെ, തന്ത്രിയെ വീണ്ടും അറസ്റ്റ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഹൈക്കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ ആ ഇടക്കാല ഉത്തരവിൽ തന്നെ ഇടം പിടിക്കുമ്പോൾ 2 തന്ത്രിമാരുടെയും പേരുകൾ, ഇത് തന്ത്രിമാർ ഓരോ വർഷവും മാറുകയാണല്ലോ. അതെ, റൊട്ടേഷൻ ആണല്ലോ. അതിൽ കണ്ഠരര് രാജീവരുടെ പേരുമുണ്ട്, മോഹനന്റെ പേരുണ്ട്, മോഹനല്ല മഹേഷ് മോഹനയുടെ പേരുമുണ്ട്, മഹേഷിന്റെ പേരുണ്ട്. 2025 ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 മുൻകൂട്ടി കണ്ട് അവിടെ നിന്ന് സ്വർണം എടുത്തോണ്ട് പോകുമ്പോൾ കായികമായി തന്ത്രി തടയണമെന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ പേര് ബ്രഹ്മശ്രീ രാജീവൻ തന്നെ. ബ്രഹ്മശ്രീ അങ്ങനെയല്ലോ, തന്ത്രിക്ക് അറിയാവുന്ന കാര്യമല്ലേ ഈ ഉരുപ്പടികൾ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം തന്ത്രിക്ക് അറിയാമല്ലോ. ഉരുപ്പടികൾ കൊണ്ടുപോകാൻ പറ്റില്ല, അത് സന്നിധാനത്ത് തന്നെ വേണം, അറ്റകുറ്റപ്പണി വേണമെങ്കിൽ സന്നിധാനത്ത് നടത്തണം. അത് നോക്കാൻ ദേവസ്വം പ്രസിഡന്റ്, മെമ്പർമാര്, ദേവസ്വം കമ്മീഷണർ, ഹൈക്കോടതിയുടെ അടക്കമുണ്ട്. നിയമപരമായിട്ട് അങ്ങനെയാണ്. ഷാബുവും പറഞ്ഞില്ലല്ലോ അത് നിയമപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഭക്തരുടെ ബാക്കിയുള്ളവർ കേൾക്കാനാണ് ഈ വരി ഒന്ന് കേൾക്കണേ. ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വത്തിന്റെ 2 മെമ്പർമാർ, ദേവസ്വത്തിന്റെ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, ഹൈക്കോടതിയുടെ മുന്നേറ്റം, ഇവന്റെ എല്ലാം ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായ ഒരു കാര്യം അവരാരും ചെയ്യാത്തത് കാരണം തന്ത്രി തടയണമായിരുന്നു. തന്ത്രി 2019 എടുത്തോണ്ട് പോകുമ്പോൾ തന്ത്രിക്ക് എങ്ങനെ അറിയാം ഇത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നതെന്ന്? അങ്ങനെ മുൻകൂട്ടി കാണാനൊന്നും പറ്റൂലല്ലോ. തന്ത്രിക്ക് മാത്രമേ അറിയാവുള്ളൂ കേട്ടോ ഈ സ്വർണം ക്ലാഡ് ചെയ്തതാണ് എന്നുള്ള കാര്യം. അങ്ങനെയും വേണമെങ്കിൽ പറയാം. 1998 കാര്യം അറിയാം, 98 കാര്യം അറിയാം, 19 എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാം. അല്ല, 2019 അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചു കൊണ്ടുവന്ന സാമഗ്രി 2023 എങ്ങനെ ചെമ്പായി എന്നുള്ള കാര്യം, ചെമ്പ് തെളിഞ്ഞു എന്നുള്ള കാര്യവും തന്ത്രിക്ക് അറിയാം. അവിടെയാണ് തന്ത്രി സ്വർണ്ണപ്പണിക്കാരനല്ല, സ്വർണത്തിന്റെ കാര്യത്തിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരാളല്ല.
ആചാര കണ്ടാലറിയാവുന്നതാണല്ലോ. കാര്യങ്ങളിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, മഞ്ജുഷിന്റെ അടക്കം എല്ലാ ചാനലുകളും എല്ലാ വർഷവും ക്യാമറയായിട്ട് അവിടെ പോകുന്നതല്ലേ? ക്യാമറ ആദ്യം തുറക്കുന്നതേ ദ്വാരപാലകരല്ലേ? തന്ത്രി എപ്പോഴും അല്ലെ, എപ്പോഴും ശ്രീകോവിലിൽ നിന്ന് കാണുന്നതല്ലേ? നമുക്കറിയില്ല. അതായത് സ്വർണം ഇപ്പോഴും പോട്ടെ, ചോദിച്ചോ മഞ്ജുഷെ, സ്വർണം പൂച്ചിയതും സ്വർണം പതിച്ചതും തമ്മിലുള്ള വ്യത്യാസം ശ്രീ മഞ്ജുഷിനോ എനിക്കോ ശ്രീ ഷാബു പ്രസാദിനോ ബാക്കി അന്നവിടെ വലിയ ചർച്ചയായതാണ് ഇത്. ഈ കോടതി ഉത്തരവിൽ തന്നെ ഉണ്ടല്ലോ. അല്ല, ചെമ്പ് തെളിഞ്ഞ കാര്യം 2023 വലിയ ചർച്ചയായതാണ് സന്നിധാനത്ത്. അതെ. അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഇതിന്റെ ഏതെങ്കിലും രീതി ക്വസ്റ്റ്യൻ മാറ്റി കൊടുക്കണമെന്ന്. തന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവും ധാർമ്മികമായ പോലും ഉത്തരവാദിത്തം ഇല്ലാത്ത കാര്യം. തിരിച്ചാലോചിച്ച് നോക്കിയേ, അവിടെ ഞാൻ ഹൈക്കോടതിയെ കുറ്റം പറയല്ലേ, ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ള ഒരു അമ്പലമല്ലേ ശബരിമല? ഈ 6 വർഷമായിട്ട് സ്വർണ്ണക്കൊള്ള നടന്നിട്ട് ഹൈക്കോടതി അറിയാത്ത എന്താ? ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല, പക്ഷേ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഹൈക്കോടതി അറിയാത്തത് 6 വർഷം എങ്ങനെ മറച്ചു വെക്കാൻ കഴിഞ്ഞു? ദേവസ്വം മന്ത്രി, ദേവസ്വം പ്രസിഡന്റ്, മെമ്പർമാര്, ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വത്തിന്റെ ബാക്കി ഉദ്യോഗസ്ഥർ, ഹൈക്കോടതി, ഇവരെല്ലാം ഏതോ ജോലിയിൽ പിഴവ് പറ്റിയതിന് തന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ അവസാനം കണ്ടെത്തിയത് ഹൈക്കോടതി നിയോഗിച്ച ആൾ തന്നെയാണ് കേട്ടോ. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ തന്നെയാണ് കണ്ടെത്തിയത്. 6 വർഷത്തിന് ശേഷം. അല്ല, അതിന്റെ പ്രശ്നം എന്താണെന്ന് പറയട്ടെ. അല്ല, 2019 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി തിരികെ കൊണ്ടുവച്ചതിന് ശേഷം 2023 ചെമ്പ് തെളിഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഇടുന്നു. അങ്ങനെ 2025 കൊണ്ടുപോകുന്നു. ആ സമയത്ത് സംശയം തോന്നി പിടികൂടി കേട്ടോ. ആ പിടികൂടിയത് അപ്പോൾ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. അത് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറാണ് പിടികൂടിയത്. അതില്ല, അന്ന് പിടികൂടിയില്ലായിരുന്നെങ്കിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചേനെ. അത് ഇന്നലെ പ്രശാന്ത് പറഞ്ഞ പോലെയാണ്. പ്രശാന്ത് പറഞ്ഞത് എന്താണ്? PS പ്രശാന്ത് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഇത് തെളിയിക്കുന്നതിന് കൂട്ടുനിന്ന ആളുകളാണല്ലോ എന്നാണ്. കാരണം ഈ 2019 ഫയലുകളെല്ലാം ഞങ്ങൾ തന്നെയാണ് ഹൈക്കോടതിക്ക് കൊടുത്തത് എന്നാണ്. പക്ഷെ അതിനു മുൻപ് ഈ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പ് അത് സ്പെഷ്യൽ കമ്മീഷണർ കണ്ടെത്തി ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. അത് സൗകര്യപൂർവ്വം അദ്ദേഹം മറച്ചു വെക്കുകയാണ്. ഒരു കാര്യം ശ്രീ ഷാബു പ്രസാദ് റേസ് ചെയ്ത ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. ശബരിമലയിലെ തന്ത്രിയുടെ പ്രത്യേകത ഒന്ന് ഓർക്കുക. ശബരിമല എന്ന തീർത്ഥാടന കേന്ദ്രത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഉദാഹരണം, കറപ്പെടുത്ത് നമ്മൾ വേറെ ഒരു അമ്പലങ്ങളിലും പോകാറില്ല ശബരിമലയിലല്ലാതെ. 41 ദിവസം വ്രതം എന്ന സംവിധാനം, 18 പടികൾ എന്ന സംവിധാനം, സാധാരണ ദേഹശുദ്ധി മനഃശുദ്ധിക്കപ്പുറം നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന സംവിധാനം, അത് അയ്യപ്പസ്വാമി ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു യുണീക്കായ തീർത്ഥാടന കേന്ദ്രമാണ്. അല്ലെങ്കിൽ ഒരു ഒരു പിൽഗ്രിം സൈറ്റ് ആണ്. അതുകൊണ്ട് ഒരുപാട് അവിടെ പ്രത്യേകതകളുണ്ട്. തന്ത്രി എന്ന് പറയുന്ന വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ CPM-കാർ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. കാര്യം CPM-ന് നേരെ ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തെ ഡൈവേർട്ട് ചെയ്യാൻ, വിശ്വാസികളുടെ ദൈവത്തിന്റെ പിതാവും ഈ കേസിലുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അവർ കൊണ്ടുവന്നതാണ്. നമ്മൾ വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് CPM-നെ എതിർക്കേണ്ട സമയത്ത് ചില ആൾക്കാരെങ്കിലും ചില കാര്യങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ട് തന്ത്രി എതിർക്കാൻ നോക്കുക. CPM കളിച്ച കള്ളക്കളിയാണിത്. ശരി, ശ്രീ ജയചന്ദ്രൻ, അങ്ങനെ ഒരു നറേഷൻ ഉണ്ട് കേട്ടോ, CPM കളിച്ച കള്ളക്കളി എന്ന്. അതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. LDF ഭരണത്തിൽ ഇരുന്ന കാലത്തോളം PS പ്രശാന്തിനെ പ്രതിയാക്കിയിരുന്നില്ല പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ PS പ്രശാന്ത് പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അന്നും പറഞ്ഞതാണ്, ഞങ്ങളെല്ലാം അന്ന് ചർച്ച ചെയ്തതാണ്, താങ്കളുടെ ചർച്ചയിലും പറഞ്ഞതാണ്, എന്തുകൊണ്ട് PS പ്രശാന്ത് പ്രതിയാകുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വന്നതാണ് എല്ലാ ചർച്ചകളിലും. കാരണം 2019 എന്ത് സംഭവിച്ചോ അതിൻ്റെ മറ്റൊരു രൂപമാണ് 2023 മുതൽ 25 വരെ സംഭവിച്ചത്. അത് മാത്രമല്ല, കയ്യോടെ പിടികൂടിയത് ഈ പ്രശാന്തിൻ്റെ കാലത്തെ ഇടപാടാണ്. അതിപ്പോഴാണ് SITക്ക് റിപ്പോർട്ട് കൊടുക്കാൻ തോന്നിയത്. അന്ന് SIT സൗകര്യപൂർവ്വം മറച്ചു വെക്കുകയായിരുന്നോ ഉണ്ടായത്? അതാണ് ഈ രാഷ്ട്രീയ പ്രേരിതമെന്ന് ഇപ്പോൾ പ്രശാന്തിന് പറയുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. UDF വന്നപ്പോഴേക്കും പ്രശാന്ത് പ്രതിയായല്ലോ. അതെ, പ്രശാന്തനെ എന്നല്ല ആരെയും ഈ അന്വേഷണ സംഘത്തിന് പ്രതിയാക്കാൻ അവകാശമില്ലേ? ഉണ്ടല്ലോ. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ പ്രതിയായതുകൊണ്ട് കുറ്റം ചെയ്തു എന്നല്ലല്ലോ വ്യാഖ്യാനിക്കേണ്ടത്. ഇപ്പൊ ഈ പാനലിസ്റ്റ് ആയിരിക്കുന്ന രാഹുൽ ഈശ്വർ എത്രയോ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്, ഇപ്പോൾ പ്രതിയാണ്. അതുകൊണ്ട് ഈ പ്രതിയായ കേസെല്ലാം രാഹുൽ കുറ്റക്കാരനാണെന്ന് ആ തലയ്ക്ക് വെളിയുള്ള ആരെങ്കിലും വാദിക്കുവോ, പറയുവോ? അത് കോടതി തീരുമാനിക്കുമെന്ന്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നല്ല എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കേണ്ടത്. ഇപ്പൊ രാഹുൽ പറയുന്നതിനകത്തും അപാകതകളുണ്ട്. ഇപ്പോ തന്ത്രിയെ ഇവിടെ വൈറ്റ് വാഷ് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. കാരണം കുറ്റം ഫ്രെയിം ചെയ്തിരിക്കുന്നത് SIT ആണ്. SIT ഫ്രെയിം ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കത്തക്കതല്ല എങ്കിൽ അത് കോടതി തെളിയിക്കാൻ തന്ത്രിക്ക് എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്, ലഭിക്കും. കോടതി അതിന് ന്യായങ്ങൾ നോക്കി വിധി പ്രസ്താവിക്കുകയും ചെയ്യും. അതാണല്ലോ ന്യായമായൊരു വഴി. ഇത് നേരത്തെ മഞ്ജുഷെ ഇങ്ങേരുണ്ടല്ലോ പത്മകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്ത് ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ ദൈവതുല്യർ എന്നൊരു പ്രയോഗം നടത്തിയല്ലോ.
ആരാണ് ആ ദൈവതുല്യം എന്നുള്ളതായിരുന്നു പിന്നീട് ചർച്ച. ഞാനും ഇവിടുത്തെ ചർച്ചയിലും പങ്കെടുത്തിട്ടുണ്ട്, ന്യൂസ് 18 പല ചാനലുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ വീണ്ടും ഇദ്ദേഹത്തെ ഒരു കേസിന് കോടതിയെ കൊണ്ടുവരുമ്പോഴേക്ക് വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ആരാണ് ദൈവതുല്യം. മിണ്ടുന്നില്ല. വീണ്ടും വാനിലേക്ക് കയറാൻ നേരത്തെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഉണ്ട്, പിന്നെ ശവന്തീനികളല്ല. ഒറ്റ വാക്കേ ഉള്ളൂ, ശവന്തീനികളല്ല. പക്ഷേ ഒരു മാധ്യമവും പിന്നീട് ഈ പറയുന്ന രണ്ടാമത് പറഞ്ഞ വാക്ക് ശവന്തീനികളല്ല എന്ന വാക്ക് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. എന്താണ് കാരണം? ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്താണ് ഈ ശവന്തീനികളല്ല എന്ന് പത്മകുമാർ പറഞ്ഞതിന്റെ അർത്ഥം? ഒരേ ഒരർത്ഥമേ ഉള്ളൂ, നോൺ വെജ് അല്ല അവർ, നോൺ വെജിറ്റേറിയൻസ് അല്ല അവർ എന്നാണ്. ആ ഒറ്റ അർത്ഥമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ആ വാക്കിന്, ശവന്തീനികളല്ല എന്ന് പറഞ്ഞതിന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ച ആൾക്കാർ സമ്പൂർണ്ണ സസ്യാഹാരികളാണ്, വെജിറ്റേറിയൻസ് ആണ് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത്. പക്ഷെ ആ നിലയിൽ ഒരു ചർച്ചയുണ്ട് പിന്നീട് എവിടെയെങ്കിലും. ചർച്ചകളെല്ലാം ഏതാ തന്ത്രിമാരാണെന്നാണോ? അല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. തന്ത്രിമാർ മാത്രമല്ലല്ലോ സസ്യാഹാരികളായിട്ടുള്ളത്, ആണോ? ഞാൻ ഏതാണ്ട് ഒരു 99% സസ്യാഹാരിയാണ്. എന്നെ പോലെ പലരും ഇല്ലേ? അത് അങ്ങനെ പറയാൻ കഴിയില്ല. തന്ത്രിയാണെന്ന് ഞാൻ ആരോപിക്കില്ല. പക്ഷെ ചില കാര്യങ്ങളുള്ള എന്താണെന്നറിയാമോ? ഇപ്പോ ഈ 2023 ഈ പറഞ്ഞ നമ്മുടെ മഹേഷ് മോഹനര് ഏത് മെയിൻ്റനൻസിന് പോകണമെങ്കിലും അതത് കാലത്തെ തന്ത്രികൾ ആരാണോ അവർ എഴുതി ദേവസ്വം ബോർഡിന് കൊടുക്കണം രേഖാമൂലം, അല്ലാതെ അപ്രൂവൽ ഉണ്ടാവില്ല. ഇവിടെ 2023 ആ പേപ്പർ ദേവസ്വം ബോർഡ് റിക്വസ്റ്റ് ചെല്ലുന്നതും മഹേഷ് മോഹനടുത്താണ്. മഹേഷ് മോഹനര് അതൊരു നിർദ്ദേശമായി തന്നെ അങ്ങോട്ട് തിരിച്ചു വെക്കുകയാണ്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കുന്നതും കൊണ്ടുപോകുന്നതും. അതൊക്കെ അവിടെ ഉണ്ട്. ഇത് ഏകപക്ഷീയമായി ബോർഡ് പ്രസിഡന്റിനോ മെമ്പർമാർക്കോ അപ്പോൾ രാഹുൽ പറഞ്ഞത് തെറ്റാണല്ലേ ശ്രീ ജയേന്ദ്രൻ സാർ? രാഹുൽ പറഞ്ഞത് തെറ്റാണ്, മഹേഷ് മോഹനും അറിഞ്ഞിരുന്നു. അല്ല, അങ്ങനല്ല. അല്ല, അത് പറയുന്നുണ്ടെന്ന് മഹേഷ് മോഹനെ സംബന്ധിച്ചോളം അദ്ദേഹം പിന്നീട് വ്യക്തമാക്കുന്നുണ്ട്. എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു. സാധാരണഗതിയിൽ ഭരണാധികാരികൾ ആവശ്യപ്പെട്ടാൽ എന്താണ് ചെയ്യുക തന്ത്രി? അത് അനുകൂലിക്കുക, എഴുതി കൊടുക്കണമെങ്കിൽ എഴുതി കൊടുക്കുക. അത്തരത്തിലുള്ള നടപടി മാത്രമേ ഏത് തന്ത്രിയും ചെയ്യൂ. അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് മഹേഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മഹേഷ് മോഹന്റെ കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കാൻ നമുക്ക് അധികാരമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഇപ്പൊ ഷൗപ്രസാദ് പറഞ്ഞതിന്റെ അന്ന് ആഡ് ചെയ്യുകയാണ്, ഒരു വ്യത്യസ്തത അനുഭവപ്പെടുന്നത് ശബരിമലയിൽ പൊതുവിൽ. ഈ ധനുമാസത്തിലെ അവസാനത്തെ 2 ദിവസവും മകരമാസത്തിലെ 5 ദിവസവും മാത്രം മതി ആചാരപ്രകാരം തന്ത്രിയുടെ സന്നിധാനത്ത്. എന്തുകൊണ്ടെന്നാൽ ആ ദിവസങ്ങളിലാണ് പന്തള രാജകുമാരനാവുന്നത് ശ്രീ അയ്യപ്പൻ. അതുവരെ അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് തന്നെയാണ് ആ സന്നിധാനത്തുള്ളത്. ഈ ദിവസങ്ങളിൽ രാജകുമാരനാണ്. അപ്പൊ രാജകുമാരനെ കാണാനായിട്ടാണ് പിതൃസ്ഥാനീയനായ തന്ത്രി അവിടെ ഉണ്ടാവേണ്ടത്. അത് ചട്ടപ്രകാരം ആചാരപ്രകാരം നിബന്ധിക്കപ്പെട്ട ഒരു സംഗതിയുമാണ്. കാലങ്ങളായിട്ട് അങ്ങനെയായിരുന്നു തുടക്കകാലം മുതൽ. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ അത് മാറുകയും തന്ത്രി അവിടെ സമാരാധനായി സ്ഥിരമായി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ശബരിമലയിൽ രാവിലെ ഗണപതി ഹോമം തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി നടയടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാ പൂജകളും ചെയ്യുന്നത് ആരാണ്? മേൽശാന്തി അല്ല, ചെയ്യുന്നത് തന്ത്രിയാണെന്നേ. പിന്നെന്തിനാണ് പുറപ്പെടാ ശാന്തിയായി അദ്ദേഹം അവിടെ ഇരിക്കുന്നത്? മേൽശാന്തി പുറപ്പെടാ ശാന്തിയാണ്. തന്ത്രിക്ക് എല്ലാ ദിവസവും വീട്ടിൽ പോയി ഇഷ്ടമുണ്ടെങ്കിൽ ഭാര്യയോടൊപ്പം ശയിക്കുകയും ആവാം, വീണ്ടും പിറ്റേ ദിവസം തിരിച്ചു വരാം. വരുന്നത് എങ്ങോട്ടാണ്? നൈഷ്ഠിക ബ്രഹ്മചാരിയെ പൂജിക്കാനാണ്. അത് പണ്ടുകാലം മുതലേ ഉണ്ടായ ആചാരമല്ല ഇത്, തന്ത്രയോട് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോ അത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ, അബറേഷൻസ് അവിടെ ഉണ്ട്. ആ അബറേഷൻസിന് ഉത്തരവാദികൾ ഒരു തന്ത്രി മാത്രമല്ലെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. തന്ത്രിക്ക് ഇതിന് സംവിധാനം ഒരുക്കി കൊടുക്കുന്ന, അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന അധികാരി വൃന്ദമുണ്ട്. അതിൽ മാറി മാറി വരുന്ന ഏത് സർക്കാരാണെങ്കിലും ശരി, ഇവിടെ BJP സർക്കാർ കേരളത്തിൽ ഭരിച്ചിട്ടില്ലാത്തതുകൊണ്ടും ബോർഡിൽ അധികാരത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ടും LDFന്റെ UDFന്റെ സർക്കാരുകൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ട ബാധ്യതയുള്ളത്. അത് കോടതി പരിശോധിക്കുന്നുണ്ടോ? കോടതിയുടെ പരിശോധനയ്ക്കും പരിഗണനയ്ക്കും ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു വിഷയമാണ് ഇത്. അത് വരുമോ? എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ഈ SITയുടെ കേസിൽ അത് വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല.
അതാണ് ഇപ്പോഴത്തെ നിലയിലുള്ള കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് പ്രശാന്ത് പ്രതി ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രതി ആയതുകൊണ്ടോ, പ്രതി ആയതിനാൽ ഇതാ കിടക്കുന്നു CPM-ന് മൊത്തത്തിലുള്ള കുഴപ്പം, അല്ലെങ്കിൽ തന്ത്രി കുടുംബത്തിന് മൊത്തത്തിലുള്ള കുഴപ്പം എന്നുള്ള ആ ഒരു വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതേ അൺഎത്തിക്കലാണ്. പക്ഷെ ശരിയാണ്, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്ന ക്രൈം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യവുമല്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത് 2019 അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട്, 2025 അത് മറയ്ക്കുവാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. ശ്രീ ജയേന്ദ്രൻ, ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാൻ പറ്റില്ല. അല്ല, ഒറ്റ കാര്യം, എന്ത് കണ്ടെത്തിയെന്നാണ് ഈ കേസിന്റെ മർമ്മം അറിയാവുന്ന ഒരാളാണ് താങ്കളെങ്കിൽ ഇത് വലിയൊരു ക്രൈമാണെന്നോ അതിഭയങ്കരമായ ഒരു ക്ഷേത്രമോഷണ പ്രശ്നമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നോ അത്തരത്തിലുള്ള അന്വേഷണങ്ങളാണ്, റിപ്പോർട്ടുകളാണ് SIT കൊടുത്തിട്ടുള്ളതെന്നൊന്നും താങ്കൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷണത്തിന്റെ കുഴപ്പമാണ്. ശരി, ശ്രീ MS വേണുഗോപാൽ, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇത് അത്രമാത്രം വലിയൊരു ക്രൈം അല്ലെന്ന് എന്താ സംഭവിച്ചിട്ടുണ്ടല്ലോ. മാറി. അല്ല, ഇതിനകത്ത് നിസ്സാരമായിട്ട് കണക്കാക്കാവുന്നതല്ല. SIT-യുടെ അന്വേഷണം എന്ന് പറയുന്നത് ശരിയായ ദിശയിൽ പോയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ശ്രീ ജയചന്ദ്രന്റെ പ്രസ്താവന. സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല, സ്വർണം പോയ വഴി പൂർണ്ണമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ എവിഡൻസുകൾ പൂർണ്ണമായി എടുക്കാൻ കഴിഞ്ഞില്ല. ചില മൊഴികളെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ശവന്തീനികൾ എന്ന് പറഞ്ഞല്ലോ, ഇത് ശ്രീ പത്മകുമാർ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ദൈവതുല്യർ ആര്, പിന്നെ ശവന്തീനികൾ ആര്. ഇത് രണ്ടും SIT ചോദിച്ചിട്ടില്ല, നമ്മളാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശവന്തീനികളല്ല എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ എന്നൊരർത്ഥമാണ് പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ വേറൊരർത്ഥമുണ്ട്. അത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട അർത്ഥമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വെടിവെച്ചിട്ട സ്വർണം തിന്നവർ ശവന്തീനികളും ആവാം, അത് അങ്ങനെയും വരാം. അതുപോലെ തന്നെ ദൈവതുല്യർ ആരെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ദൈവതുല്യർ ആരെന്നുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ കഥയോ കവിതയോ പുറത്തു വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. പക്ഷെ അദ്ദേഹത്തെ പത്മകുമാറിനെ പേടിക്കുന്നുമുണ്ട്. പത്മകുമാറിനെ പേടിച്ച് ഇപ്പോൾ ഡിസ്മിസൽ സസ്പെൻഷനാക്കി നിർത്തിയിരിക്കുന്നതാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അവിടെ ഒളിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും SIT-ക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വൻ സ്രാവുകളെ SIT ഒഴിവാക്കിയിട്ട് നത്തോലിയെയും ഈ പൊടിമീനിനെയാണ് ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ പ്രതികളെല്ലാം പൊടിമീനുകളാണ്. PS പ്രശാന്തിന് അപ്പുറം പോകണ്ടേന്നേ. PS പ്രശാന്തിനും പത്മകുമാറിനും അപ്പുറം ഇല്ലേ? ഇപ്പം പത്മകുമാർ തന്നെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോയി അദ്ദേഹത്തിൻ്റെ എൻക്വയറി കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ മൊഴിയെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ശ്രീ കടകംപള്ളിയിലേക്ക് SIT പോയത്. SIT പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ നയപരമായ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തീരുമാനിച്ചിട്ടില്ല, സർക്കാരിന് ഉത്തരവാദിത്വമില്ല, നയപരമല്ലാത്ത കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന. പക്ഷേ ED അന്വേഷിക്കുന്നുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ കടകംപള്ളിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഡീറ്റെയിൽസ് ED അന്വേഷിക്കുന്നുണ്ട്. അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ കിടക്കുകയാണ്. എനിക്ക് ഭയം അതാണ്, ഇതെല്ലാം കൂടെ അവസാനം ഈ മുരാരി ബാബുവിൻ്റെ പരേതനായ മുരാരി ബാബുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ചിതയുടെ അടുക്കൽ കൊണ്ടുവന്നത് വെക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ഭയം. അപ്പോൾ ആ വിധത്തിലേക്കാണ് ഈ അന്വേഷണം പോകുന്നതെങ്കിൽ ഇത് വളരെ വിചിത്രമായ അന്വേഷണമായിരിക്കും. അപ്പോൾ ശവന്തീനികളും ദൈവതുല്യരും എല്ലാം രക്ഷപ്പെടുകയും പാവപ്പെട്ട പൊടിമീനുകൾ പിടിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇത് വീണ്ടും എത്തും. അപ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ പോലെ ഇത് ചെറിയ ഒരു മോഷണമായിട്ട്, ഈ ചെറിയ സ്പാനർ എടുക്കാൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് 19 മുതൽ സ്വർണം എടുത്തുകൊണ്ടിരുന്ന ആ പ്രക്രിയ ഇവിടെ ചെറിയൊരു മോഷണമാക്കി അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് നമ്മൾ ഇനിയും ഭയക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവതുല്യരാരാണ്, ശവന്തീനികൾ ആരാണ് എന്നതിലേക്കും കൂടെ SIT പോകണം. അത് പ്രശാന്തിലും പത്മകുമാറിലും കൊണ്ട് ഒതുക്കരുത്. അത് പത്മകുമാർ ഭംഗ്യന്തരേണ പല പ്രാവശ്യം പറഞ്ഞു, ഇതെൻ്റെ അവിടെ കൊണ്ട് കെട്ടേണ്ട കാര്യമല്ല. അതായത് സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പ്രപ്പോസൽ കൊടുക്കുകയാണ്, ഈ ദ്വാരപാലകനെയൊക്കെ നമുക്കൊന്ന് മിനുക്കേണ്ടതുണ്ടെന്ന്. ആർക്കാ കൊടുക്കുന്നത്? ഗവൺമെൻറ്റിനാണ് കൊടുക്കുന്നത്. അത് ആരാ പറഞ്ഞത്? ശ്രീ പത്മകുമാറാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല, ഇത് ഗവൺമെൻറ്റിലേക്ക്. ഈ സ്പോൺസറായ ഇദ്ദേഹത്തിന് പ്രപ്പോസൽ കൊടുക്കാൻ എന്താ അധികാരം? അവിടെ ദേവസ്വം പ്രസിഡന്റ് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ കമ്മീഷണറുണ്ട്, അല്ലെങ്കിൽ സെക്രട്ടറി ഉണ്ട്. ഇവരൊന്നും കൊടുക്കാതെ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഗവൺമെൻറ്റിന് പ്രപ്പോസൽ കൊടുക്കാൻ ആരാണ്? അപ്പോൾ ഇതിലെ ഒരു കുഴപ്പവുമില്ല, ഒരു മോഷണവും നടന്നിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെ തന്ത്രികളുടെ കാര്യം പറയുന്നു. ഈ പിന്നെ അവിടെ നടന്നിട്ടുള്ള മോഷണങ്ങൾക്ക് ഒന്നും ഉത്തരവാദിയല്ല എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹം ഇത് കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം അവിടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ കാണുന്ന വിധത്തിൽ ദ്വാരപാലകൻ ഇരിക്കുകയാണ്. അപ്പോൾ സന്നിധാനത്തിനപ്പുറം ഇതൊന്നും കൊണ്ടുപോകരുതെന്ന് നിയമമുള്ളതായിട്ടും അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ സ്ത്രീ പ്രവേശന സമയത്ത്
ഈ പിന്നെ നട ഞാൻ പൂട്ടിയിട്ട് പോകുമെന്ന് പറയാൻ തന്ത്രിക്ക് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് സ്ത്രീ പ്രവേശനം പൂർണ്ണമായും നടന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ ഈ പ്രശ്നത്തിൽ ഞാൻ നട പൂട്ടിയിട്ട് ഇറങ്ങി പൊക്കളയും എന്ന് തന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇത്രയും വലിയ അപകടങ്ങൾ ഉണ്ടാകില്ല. കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്നാണ്. കാര്യം ചോദിച്ചോട്ടെ, അത് എങ്ങനെ മഞ്ജുഷ് ഒന്ന് ലോജിക്കലി ചിന്തിക്കൂ, അത് എങ്ങനെ തന്ത്രി മുൻകൂട്ടി അറിയും? എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ അദ്ദേഹം. ദ്വാരപാലക ശില്പങ്ങൾക്ക് ആവരണമില്ല എന്നുള്ള കാര്യം കാണുകയല്ലേ? ഇളക്കിക്കൊണ്ട് പോയില്ലേ? സന്നിധാനത്തിനപ്പുറം എങ്ങനെ ഇളക്കിക്കൊണ്ട് പോയില്ലേ? സന്നിധാനത്തിനപ്പുറം പോകരുതെന്നുള്ള ദേവസ്വം മാനുവല് തന്ത്രിയുടെ ഉത്തരവാദിത്തമാണോ? തന്ത്രി അറിയണ്ടേ ആ കാര്യം? രണ്ട്, തന്ത്രി അറിയേണ്ടതല്ല, അത് ഹൈക്കോടതി തന്ത്രി പറയണ്ടേ? വർഷത്തോളം അതെങ്ങനെ സാർ? തന്ത്രിയാണോ ദേവസ്വം മാനുവലിന്റെ അധികാരി? അനുസരിച്ചല്ലല്ലോ വർക്കിക്കുന്നത്. അപ്പൊ ഇനി ഈ കൊള്ളയുടെ കാര്യം, സ്വർണം എടുത്തോണ്ട് പോയി, സ്വർണം പതിച്ചത് മാറ്റി സ്വർണം പൂശിയതാക്കി. താങ്കൾക്കോ എനിക്കോ സ്വർണം പതിച്ചതോ പൂശിയതോ വ്യത്യാസം കണ്ടാ അറിയാമോ? ചിലരെങ്കിലും പറയാറുണ്ട് സ്വർണം പൂശുന്നതിലാണ് കൂടുതൽ ഒരു മഞ്ഞ എലിമെന്റ് വരുന്നതെന്ന്. ഏതൊരു തന്ത്രിക്കോ മേൽശാന്തിക്കോ ദേവസ്വം പ്രശ്നമോ 2019 പൂശിയത് 2023 എന്തിനാണ് അറ്റകുറ്റപ്പണി എന്ന് ആലോചിക്കുവാനെങ്കിലും പറ്റുമല്ലോ. കാര്യം 2023 എന്തോ പ്രശ്നം പറ്റിയെന്ന് പറയുന്നു. ആൾക്കാർക്ക് എങ്ങനെ അറിയാൻ പറ്റുക? എന്തായാലും തന്ത്രിക്ക് ലീഗലി തന്ത്രിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. തന്ത്രിക്ക് ഏതെങ്കിലും രീതിയിൽ വേറെ കൾപ്പബിലിറ്റി ഉണ്ടോ? തന്ത്രി മഹേഷ് മോഹനയുടെ കാര്യം പറഞ്ഞിരുന്നു, അത് ശരിയല്ലേ? ജയേന്ദ്ര സാർ അത് പറഞ്ഞിരുന്നു. ജയേന്ദ്ര സാർ പറഞ്ഞ വർഷം കറക്റ്റാണ്. മഹേഷ് മോഹനോട് അല്ലെങ്കിൽ ഏതൊരു തന്ത്രിയോടും ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആയ കാര്യത്തിന് അനുമതി മേടിക്കാൻ പറയും. തന്ത്രി അപ്പൊ അയ്യപ്പന്റെ അനുജ്ഞയും കൂടെ മേടിച്ചിട്ട് അനുമതി കൊടുക്കും. അത് വെറും ഒരു പ്രൊസീജിയർ മാത്രമല്ലേ? ഇതിൽ ഏതെങ്കിലും രീതിയിൽ തന്ത്രിയെ കൊടുക്കാൻ CPM-ന്റെ ആൾക്കാർ നോക്കുന്നതാണ്. പിന്നെ ജയേന്ദ്ര സാർ പറഞ്ഞാൽ ഒരു കാര്യം അദ്ദേഹം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. അതായത് യഥാർത്ഥത്തിൽ ഇത് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ആ ധർമ്മശാസ്താവിന്റെ വിഗ്രഹവും ശൈവ ആഗമങ്ങൾ പ്രകാരമുള്ള അമ്പലമാണ്. ഇതിലേക്ക് അയ്യപ്പസ്വാമി അല്ലെങ്കിൽ മണികണ്ഠനായി പണിച്ച ഹരിഹരസുധൻ അയ്യപ്പസ്വാമി ഇതിലേക്ക് വിലയം ചെയ്യുകയാണ്. അപ്പൊ അയ്യപ്പസ്വാമി പന്തളം രാജകുമാരനായിരിക്കുന്ന അവസരങ്ങളിൽ കൂടുതൽ അവിടെ പ്രസക്തിയും മറ്റും വരുന്നത് പന്തളം രാജകുടുംബമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ പ്രതിഷ്ഠ നടത്തുന്ന ആളാണ് തന്ത്രി. അതുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ മാത്രമാണ് തന്ത്രി എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പന്തളം കുടുംബത്തിനെ വെച്ചായിരിക്കും പറഞ്ഞത്. കാര്യം അങ്ങനെ ചില കസ്റ്റംസും ഉണ്ട്. ഉദാഹരണം, പന്തളം റോയൽ ഫാമിലിയിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അവിടെ ചില ചിട്ടവട്ടങ്ങൾ വേണം, അവർക്ക് മാത്രമായിട്ട് സമയം വേണം. കാര്യം അയ്യപ്പന്റെ സ്പിരിച്വൽ റിച്വലിസ്റ്റിക് ഫാദർ ആണ് താഴവൺ മഠത്തിലെ തന്ത്രിമാരെങ്കിൽ ബയോളജിക്കലും ജനറ്റിക് ഹിസ്റ്ററിയും പന്തളത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞതിൽ ഒരുപക്ഷെ മാറിപ്പോയതായിരിക്കാം. സബ്ജക്ട് ടു കറക്ഷൻ. ഇവിടെ യഥാർത്ഥത്തിൽ 2 ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, എത്ര സ്വർണം പോയി? ഇത്രയും മാസങ്ങളായിട്ടും ക്ലിയർ ആയിട്ടൊരു ഉത്തരം SITക്ക് തരാൻ കഴിയുന്നില്ല. നമുക്ക് ഇന്ന് അനുമാനിക്കാൻ കഴിയുന്നത് 3 or 4 അല്ലെങ്കിൽ അതിൽ താഴെയോ സ്വർണം പതിക്കലിനും പൂശലിനും ഇടയ്ക്കുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതാണ് നമ്മുടെ അസംഷൻ. 2, ഒരുപാട് അപസർപ്പക കഥകൾ ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മഞ്ജുഷിനൊക്കെ ഓർമ്മ കാണും. ഈജിപ്തിലെ ഫറോവുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ സ്വർണം എന്നൊക്കെ പറഞ്ഞ് അപസർപ്പക കഥകൾ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. വാജിവാഹനത്തിന് 500 കോടി രൂപ തന്ത്രി വീട്ടിൽ കൊണ്ടുപോയി. ഇറീഡിയം ഉണ്ട്, ആ ഇറീഡിയത്തിന് 1000 കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന അവസരങ്ങളിൽ പരമാവധി തെള്ളിയ കള്ളം പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അതെല്ലാം തകർന്നു വീണു. പക്ഷെ ശബരിമലയിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാര്യം ആദ്യ ക്വാണ്ടിറ്റി ഇന്ന് രണ്ടാമത്തെ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. ഇന്നും SIT ഖണ്ഡിതമായി എത്രയാണ് ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നില്ല. എത്ര സ്വർണമാണ് കുറഞ്ഞത്, എത്ര ഗ്രാമാണ്, എത്ര കിലോഗ്രാം ആണ്, ഇത് ഇതുവരെ SIT പറയുന്നില്ല. 2, ഇത് ആര് കൊണ്ടുപോയി എന്നാ പറയണേ. ബാക്കിയുള്ള ഒരുപാട് പേർക്ക്, അതായത് അവർക്ക് മഹസറിൽ ഒപ്പിട്ടു, കാര്യത്തിൽ ഒപ്പിട്ടു, ഈ ഉത്തരവാദിത്വമൊക്കെയാണ് പലർക്കും ഉള്ളത്. എനിക്ക് CPI-കാരോട് യാതൊരു സോഫ്റ്റ് കോൺട്രും ഇല്ല. പക്ഷെ ശങ്കർദാസ് സാറിനെയൊക്കെ, ആ വയ്യാതെ കിടക്കുന്ന മനുഷ്യനെ പിടിച്ച് ജയിലിലിടുന്നതിന് എന്തർത്ഥമാണ് ഉള്ളത്? അപ്പൊ ആദ്യ ഘട്ടത്തിൽ നമ്മളെല്ലാം ഈ സുഭാഷ് കപൂർ മോഡലിന്റെ കൊള്ളയിൽ 1500-2000 കോടിയൊക്കെ പോയി എന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കോടതിയുടെ ഒരു ഉത്തരവിലാണ് കേട്ടോ അത് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ പേരെടുത്ത് കാര്യം കൊള്ള സംഘത്തിന്റെ കൈയുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു കോടതിയാണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ശ്രീ മഞ്ജുഷും ഞാനും എല്ലാം ഈ വിധി വന്നപ്പോൾ ഞെട്ടുകയുണ്ടായി. കാര്യം കോടതി സുഭാഷ് കപൂർ എന്നൊരു പേര് പറയുകയും സുഭാഷ് കപൂറിന് 1500 കോടിയിലധികം അങ്ങനെ ഒരു റാക്കറ്റ് ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ആ രീതിയിൽ പോയി ഒക്കെയുള്ള സംശയം ഉണ്ട്. അല്ല, ആ സംശയങ്ങളൊന്നും ഇതിന് മാറിയിട്ടില്ല കേട്ടോ രാഹുൽ. ആ സംശയങ്ങളൊക്കെ മാറിയിട്ടില്ല, മാറണമെന്നാണ് ഇന്നലെയും കോടതി പറഞ്ഞത്. കാരണം ശബരിമല സന്നിധാനത്ത് നിന്ന് ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് വെറും
പാളികളും സ്വർണം പൂശിയ പാളികളാണ് എന്ന് പറയുമ്പോൾ ആ സംശയം ഇതുവരെ മാറിയിട്ടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമായിട്ട് ഉത്തരവിൽ പറയുന്നത്. അതങ്ങനെ തന്നെയാണ്. അതിന്റെ ഗ്രാം വ്യത്യാസവും കിലോഗ്രാം വ്യത്യാസവും മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3 മുതൽ 4 കിലോഗ്രാം വരെ ആയിരിക്കും. ഒരു പൊന്നോ പൊടിയോ പോയാൽ പോലും അത് ക്രിമിനൽ ഒഫൻസ് ആണ്, സ്പിരിച്വൽ ഒഫൻസ് ആണ്, അതിന് സംശയമില്ല. പക്ഷെ ഇതായിരിക്കണം അനുമാനം. ഇപ്പൊ SITയുടെ ഫൈനൽ റിപ്പോർട്ടിൽ ഇത്തരം ഇത് ദ്വാരപാലകരുടെ മാത്രമാണ് കേട്ടോ. ഇന്നലത്തെ ഉത്തരവിൽ ദ്വാരപാലകരുടെ മാത്രമാണ്, ബാക്കി കിടക്കുന്നുണ്ട് അവിടെ. ശ്രീകോവിലിന്റെ മറ്റു ഭാഗങ്ങൾ അറിയില്ല. വാതിൽപ്പടിയുടെ ഉണ്ട്, വാതിൽപ്പാളിയുടെ ഉണ്ട്, അല്ല റൂഫിലാണ് 30 കിലോ സ്വർണ്ണത്തിൽ നല്ല വാതിൽപ്പാളിയുടെ ഉണ്ട്. അതിനെയൊക്കെ അക്കമിട്ട് തന്നെ ഹൈക്കോടതി ഇതിന് മുൻപുള്ള ഉത്തരവുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്താണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിന്റെ ക്ലിയർ ഇപ്പോഴും വന്നില്ല. ഇനി 2 ജസ്റ്റിസ് KT ശങ്കരൻ എന്ന മഹാനായ ജഡ്ജിയെ ഈ പല അമ്പലങ്ങളിലെയും കണക്കെടുക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ക്ലാരിറ്റി വേണം. പക്ഷെ വിച്ചുകൊണ്ട് വേണ്ട. അത് CPM-കാരോട് പോലും ഒരു വേട്ടയാടൽ ആരോടും ശരിയല്ല. ഇപ്പൊ ഉദാഹരണം മന്ത്രി നമ്മുടെ കടകംപള്ളി സാറിനെ പല ആൾക്കാരും ഇതിലേക്ക് എങ്ങനെയെങ്കിലും വലിച്ചിടാൻ നോക്കി. ശബരിമല അറിയുന്നവർക്കറിയാം, മന്ത്രി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്ന ഒരാൾ മാത്രമാണ്. ദേവസ്വം ഒരു ക്വാസി ഗവൺമെന്റിലായി ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. അപ്പോ ഇതിൽ കാടടച്ച് രാഷ്ട്രീയ എതിരാളികളെ പെടുത്തുക എന്നൊരു അത് നിയമപരമായിട്ടാണ് കേട്ടോ. അതെല്ലാം നിയമപരമായിട്ടാണ്. അതിനപ്പുറം ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് ആർക്കും അറിയാം. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ തന്നെ ഞങ്ങൾ ഈ അയ്യപ്പ സംഗമത്തിലൊന്നും പങ്കാളിയല്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയിരുന്നതാണ് സർക്കാർ. പക്ഷെ ഇപ്പോൾ തോൽവിക്ക് ശേഷം CPM-ന്റെ വിലയിരുത്തൽ തന്നെ അബദ്ധമായി പോയി എന്നാണ് ആ ഇടപെടൽ. ശരി, ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒറ്റ കാര്യം കൂടെ. ആ കടകംപള്ളി സാറിന്റെ ഒരു നന്മ കൂടെ പറയാം. കടകംപള്ളി സാർ ആ അയ്യപ്പ സംഗമത്തിൽ വന്ന് ശബരിമല സുപ്രീം കോടതി വിധിന്യായം തെറ്റാന്ന് പറഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ആ വിധിന്യായം തന്നെ തെറ്റാന്ന് പറയുന്നത്. അപ്പം പോസിറ്റീവുകളെ നമ്മൾ കാണണം. ഹൈക്കോടതി ഇതിനൊരു ഡെഫക്റ്റീവ് ക്ലോഷർ കൊണ്ടുവരണം. അത് ജസ്റ്റിസ് അത് ഇനിയും അകലെയാണല്ലോ. SITയുടെ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് എല്ലാം തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലല്ലോ. പിന്നെ കടകംപള്ളി സുരേന്ദ്രനെ പെടുത്തുവാനായിട്ടുള്ള ഒരു നീക്കം നടന്നിരുന്നു. അതുപോലെ തന്നെ PS പ്രശാന്തിനെ ഈ രാഷ്ട്രീയ ഇടപെടലിലൂടെ ഈ കേസിലേക്ക് കൊണ്ടുവന്നതാണോ ഇപ്പോൾ? താങ്കൾ അങ്ങനെ കാണുന്നുണ്ടോ? കാര്യം ഈ PS പ്രശാന്തിന്റെ ഒക്കെ പേര് നമ്മൾ ഇതിന്റെ ഈ ഇഷ്യൂ ചർച്ച ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അന്നേ കൊണ്ടുവരേണ്ടതായിരുന്നു. അത് ഇപ്പോൾ അത് ഔദ്യോഗികമായിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോ ഇവിടെ മനസ്സിലാക്കുന്ന രാഹുൽ ഈശ്വറിന്റെ നിലപാട് എന്താണ്? ഇതിൻ്റെ അകത്ത് ഈ പറയുന്നവരെല്ലാവരും ഇപ്പം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ശങ്കർദാസ് വളരെ സത്യസന്ധതയുടെ മകുടോദാഹരണമായ സത്യസന്ധതയുടെയും അതായത് മതേതരത്വത്തിന്റെയൊക്കെ വലിയ ഉദാഹരണമായ കടകംപള്ളി സുരേന്ദ്രൻ, ഇങ്ങനെയൊക്കെ ഉള്ളവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും പ്രശ്നമാണ്. പിണറായി പ്രശ്നമാണ്, പിണറായി വിജയൻ, ഇതെല്ലാം പ്രശ്നമാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ആദ്യന്തം ഇതിൻ്റെ അകത്തല്ല, ഈ മോഷണത്തിലല്ല, ഇതിന് മുഴുവൻ മൂകസാക്ഷിയായി തൊട്ടടുത്ത് നിന്ന് കണ്ട ഇത് മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കുന്നവർ അവർ വളരെ പരമസാത്വികരും നിരപരാധികളും എല്ലാവരാലും വേട്ടയാടപ്പെടുന്ന ബലിമൃഗങ്ങളും മാത്രമാണ്. ഇത് നമുക്ക് അങ്ങോട്ടും ദഹിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഞാനിത് വീണ്ടും പറയുന്നു, ഇതിൻ്റെ അകത്ത് ഇവിടെ നിയമപരമായ ഒരു കാര്യമല്ല. ഇവിടെ ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ മഞ്ജുഷേ, ഇവിടെ ഇരുന്ന് ഇത്രയും പേര് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു, ഇത്രയും പേര് ഈ കാര്യങ്ങളുടെ ഉള്ളറകളിലേക്ക് പരമാവധി പോകാൻ നോക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് നമുക്കൊക്കെ നിയമപരമായ ബാധ്യത ഉണ്ടായിട്ടാണോ? നിങ്ങൾക്കോ എനിക്കോ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെയൊക്കെ വാക്കുകൾക്ക് നിയമപരമായി എന്തെങ്കിലും വാല്യൂ ഉണ്ടായിട്ടാണോ ഈ ചെയ്യുന്നത്? അല്ലല്ലോ. നിയമത്തിന് പുറത്ത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ നാട്ടിലുണ്ടപ്പോ ഓരോ പൗരനുമുണ്ട്. അപ്പോൾ അയ്യപ്പന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന അവിടെ 24/7 ആ മണ്ഡലകാലത്തും എപ്പോഴും നട തുറന്നിരിക്കുമ്പോഴവിടെ ഉള്ള ആ ക്ഷേത്രത്തിന്റെ സ്പിരിച്വൽ അതോറിറ്റിയായ തന്ത്രിക്ക്, ഈ വ്യക്തിക്ക് ഇതിൻ്റെ അകത്തൊന്നുമില്ല. അദ്ദേഹം പരമസാത്ത് ഇതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അദ്ദേഹം ഇദ്ദേഹം ഇവിടെ പറഞ്ഞു, ഓരോ ശബരിമല ക്ഷേത്രങ്ങൾ മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെയല്ല, വളരെ യുണീക്കാണ്. ശരിയാണ്, ശബരിമല ക്ഷേത്രത്തിൽ അതിൻ്റെതായ ഒരു യുണീക്നെസ് ഉണ്ട്. എല്ലാ ക്ഷേത്രങ്ങൾക്കും ആ ക്ഷേത്രത്തിൻ്റെതായ ചില യുണീക്നെസ് ഉണ്ട്. സംശയം എന്താ ഉള്ളത്? അവിടെ തിരുവിതാംകൂർ തന്നെയുള്ള ക്ഷേത്രം, നമ്മുടെ മാന്നാത്തുള്ള കൊരട്ടിയിലമ്പലം, അവിടെ ശിവൻ ക്ഷേത്ര വർഷത്തിലൊരിക്കലേ പാർവതിയുടെ നട തുറക്കുകയുള്ളൂ. ശിവരാത്രിയുടെ ദിവസം ശിവൻ അവിടെ കോപാകുലനായിരിക്കുന്ന ശിവനാണ്.
അതുകൊണ്ട് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസമാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തെയും ഇപ്പം നാട് നീളമുള്ള ക്ഷേത്രങ്ങൾ നോക്കിക്കോളൂ, അതിൻ്റെതായ യുണീക്നെസ് അവിടെയുണ്ട്. എൻ്റെ ഇവിടെ ഇതും ചോദ്യം വളരെ ലളിതമാണത്. തന്ത്രി 24/7 നട തുറന്നിരിക്കുമ്പോൾ അവിടെ തന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കണം അവിടെ കാര്യങ്ങൾ നടക്കേണ്ടത്, റിച്വൽസ് നടക്കേണ്ടത് എന്നത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ അസന്നിഗ്ധമായ അവിഭാജ്യമായ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു സംഭവമാണോ? അവിടെ പൂജകൾ ചെയ്യുന്നത്, ഗണപതി ഹോമം ചെയ്യുന്നത്, ഇത് മുഴുവനും ചെയ്യുന്ന തന്ത്രിയാണ്. പിന്നെ ഈ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ച് അവിടെ അപ്പോയിന്റ് ചെയ്യുന്ന ഇങ്ങർക്ക് മേൽശാന്തിക്ക് എന്താണ് റോള്? പുറപ്പെടാ ശാന്തിയായി അവിടെ ഇരിക്കുകയാണ്. അതായത് ഇവരുടെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ തന്ത്രി താഴമൺ മഠത്തിന് എത്ര ക്ഷേത്രങ്ങളിൽ, എത്രയോ ക്ഷേത്രങ്ങൾ, കുറഞ്ഞത് ഒരു 50 ക്ഷേത്രങ്ങളുടെയെങ്കിലും തന്ത്രമുണ്ട്. അവിടൊക്കെ ഈ പുള്ളിയെ ഒന്ന് കൊണ്ടുപോകാൻ ചെന്ന് കാലേ കയ്യെ വീണാലേ ഇദ്ദേഹം അങ്ങോട്ടൊന്ന് ചെല്ലുള്ളൂ, അങ്ങോട്ടില്ല. പക്ഷെ ശബരിമല 24 മണി വേറെ ഒരു നമ്മൾ കണ്ടിട്ടില്ല. രാഹുൽ അത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് താങ്കളുടെ മറുപടി. അല്ല, അങ്ങനെയല്ല. അതായത് ശബരി 50 അല്ല. അതായത് പരശുരാമൻ, അതിന് ഏറ്റവും സംക്ഷിപ്തമായി പറയാം, പരശുരാമൻ കേരള ഉൽപ്പത്തിയുടെ ഭാഗമായിട്ട് നർമ്മദയുടെ തീരത്ത് നിന്ന് താഴമണ്ണിനെയും തരണനെല്ലൂരിനെയാണ് കൊണ്ടുവന്നത്. കൂടുതൽ ശൈവ ക്ഷേത്രങ്ങൾ താഴമൺ വിഭാഗത്തിനാണ്, കൂടുതൽ വൈഷ്ണവ ക്ഷേത്രങ്ങളും തരണനെല്ലൂർ വിഭാഗത്തിനാണ്. പിന്നീട് ഒരുപാട് പ്രമുഖ തന്ത്രി കുടുംബങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ എല്ലാ അമ്പലങ്ങളിലും താഴമണ്ണിനെ ആരെങ്കിലും പോകും. കണ്ടൊരു മഹേശ്വരായിരുന്നപ്പോൾ ഏറ്റവും പ്രൊഫൈലുള്ള സർവാദരണീയനായ വ്യക്തിയായിരുന്നു. കണ്ടൊരു മോഹൻ ഉണ്ടായി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൗർഭാഗ്യമായ വിവാദങ്ങൾ ഉണ്ടായി. ഇപ്പോ കണ്ടൊരു ബ്രഹ്മദത്തനുണ്ട്, കണ്ടൊരു മഹേഷ് മോഹനുണ്ട്. രണ്ടുപേരും ഏറ്റവും നല്ല പൂജയുടെ കാര്യത്തിൽ നല്ല പ്രാവീണ്യമാണ്, നല്ല ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. ഇവരെല്ലാം പല ഘട്ടത്തിലായിട്ട് ഇത് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ മാവേലിക്കര മുനിസിപ്പൽ കോടതിയിൽ ഒരു അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഓരോ വർഷവും മാറി മാറി വരുന്നത്. തന്ത്രി പല അമ്പലങ്ങളിലും പല ആവർത്തിയും പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം അമേരിക്കയിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, മലേഷ്യയിലുണ്ട്, ഇവിടങ്ങളെല്ലാം പോകുന്നുണ്ട്. പക്ഷേ ശബരിമലയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് സ്വാമി അയ്യപ്പന്റെ അമ്പലക്കാരുകൊണ്ടാണ്. അവിടെ റവന്യൂ കാരണമല്ല, സ്വാമി അയ്യപ്പന്റെ അമ്പലമായതുകൊണ്ടും സ്വാമി അയ്യപ്പന്റെ പ്രസക്തി ഉള്ളതുകൊണ്ടുമാണ്. താങ്കൾ ഈ കൈക്കൂലി എന്നൊക്കെ പറഞ്ഞു, തന്ത്രിയാണോ ദേവസ്വം ബോർഡല്ലേ ചെയ്യുന്നത്? ദേവസ്വം ബോർഡല്ലേ അതിന്റെ ആ കൈക്കൂലിയുടെ തന്ത്രിക്ക് അറിയില്ലേ? തന്ത്രിക്ക് അറിയുന്നതുകൊണ്ടാണ് തന്ത്രി ഇടപെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് നിരീക്ഷകനെ വേണമെന്ന് പറഞ്ഞ് ഇപ്പം കൈക്കൂലി വാങ്ങുന്നേ ഇല്ല. താങ്കൾ അന്വേഷിക്കണം. അതായത് ഇപ്പൊ ഫുൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്, ഹൈക്കോടതിയുടെ ഒബ്സർവർ ഉണ്ട്. ഈ 9 പേര് ഇപ്പോഴത്തെ മേൽശാന്തി വ്യാജരേഖ കൊണ്ടാണ് മേൽശാന്തി ആയത് എന്ന കാര്യം താങ്കൾക്ക് പറയാവുന്നതാണല്ലോ. അത് വിജിലൻസിന്റെ ജോലിയാണ്. ഇതൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിൽ നാളെ അപ്പൊ അവിടെ നേരെ തൂത്തില്ലെങ്കിൽ തന്ത്രിയാണ് എല്ലാം അറിയുന്നത്. അവിടെ പോയി തന്ത്രി തൂക്കുമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. വിജിലൻസിന്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മ, തന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മ എങ്ങനെയാകും? ശബരിമല എന്ന് വരുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന, ദശലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് A-Z തന്ത്രി അല്ല ചെയ്യുന്നത്. തന്ത്രി അയ്യപ്പന് വേണ്ടിയാണ് അവിടെ ഉള്ളത്. ഇനി ഒറ്റ കാര്യം കൂടെ, ശ്രീ ശാവപ്രസാദ് പറഞ്ഞാൽ ഒരു മെറിറ്റ് ഉണ്ട്. പണ്ട് അങ്ങനെയായിരുന്നു. അതായത് ചെക്ക് മേടിക്കും, കാശല്ല മേടിക്കുന്നത്. ഈ വരുന്ന 9 പേരുടെയും ചെക്ക് മേടിക്കും, എന്നിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കും. ഇത് നിർത്തലാക്കിയത് കണ്ടൊരു മഹേശ്വരാണ്. G. സുധാകരൻ സാറിനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ശബരിമല ഒരു ക്ലീനപ്പ് കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റുകാരന് നിരീശ്വരവാദിയായ ശ്രീ എം ജയേന്ദ്രൻ, ഏത് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴും, കോടതികളുടെ പരാമർശം വരുമ്പോഴും അതിലെല്ലാം തന്ത്രിയുടെ പേര് കടന്നു വരികയാണ്. ഇപ്പോൾ മിക്ക റിപ്പോർട്ടുകളിലും അത് വരികയാണ്. അതാണ് രാഹുൽ പറയുന്നത്, ഇത് കുടുക്കുവാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ ശ്രമമാണെന്ന്. ഇതൊക്കെ ഇപ്പൊ ഈ SITയുടെ അന്വേഷണങ്ങൾ വരുന്ന കാര്യങ്ങൾ അതല്ലാതെ നമ്മള് അന്വേഷണ ബാഹ്യമായി നമ്മുടെ കിട്ടുന്ന വിവരങ്ങൾ, ശേഖരിക്കുന്ന വിവരങ്ങൾ ഒക്കെ വെച്ച് നോക്കിയാലും ഇതിനകത്ത് എല്ലാവർക്കും ശബരിമലയിൽ നടക്കുന്ന അന്യായങ്ങളിൽ, ശബരിമല ഒരുപാട് അന്യായങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ, അതില്ല എന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ഒരിക്കല് ഒരു പരമ്പര എഴുതാൻ വേണ്ടി, അതിന് വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ ആ പരമ്പര എഴുതാൻ വേണ്ടി 13 പ്രാവശ്യം ആ സീസണിൽ മല ചവിട്ടി. 13 പ്രാവശ്യം. ഒരുപാട് സംഗതികൾ, അന്ന് കണ്ട ആ അനീതികൾ, അന്യായങ്ങൾ ഇന്നും അഭംഗുരം തുടരുകയാണ്. ഒരാളുടെ നേതൃത്വത്തിൽ അവിടെ സ്ഥിരമായി എത്രയോ വർഷങ്ങളായി അദ്ദേഹം തന്നെ അവിടെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട്. ഈ ശബരിമലയ്ക്ക് അകത്ത് നിൽക്കേണ്ട ഒരു ശക്തിയേ അല്ല, അതുമായി ബന്ധപ്പെട്ട ആളുമല്ല. പക്ഷെ അദ്ദേഹം അവിടെ
അനിവാര്യന്മാരിൽ അനിവാര്യനായിട്ട് നിൽക്കുകയാണ് അവിടെ. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പിന്നെ പലപ്പോഴും ഈ തന്ത്രിമാര് ആദ്യം വഴി തെറ്റിക്കാറുണ്ട്. അവരെ വഴി തെറ്റിച്ചു കഴിയുമ്പോൾ പിന്നെ അവര് തന്നെ പുതിയ പുതിയ വഴികൾ കണ്ടുപിടിച്ച് അത് മുമ്പോട്ട് നീക്കുന്ന രീതിയുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. നമ്മുടെ ഇദ്ദേഹത്തിന്റെ കാര്യം രാഹുൽ സൂചിപ്പിച്ചു, ഭംഗിനിരാണ കണ്ഠരര് മോഹനരുടെ 2006 ശോഭാ ജോൺ എന്ന ഗുണ്ട അദ്ദേഹത്തെ ബന്ദിയാക്കുന്നത് എറണാകുളത്ത് വെച്ച്. പിന്നെ റാൻസം ആവശ്യപ്പെട്ടിട്ടാണ് ബന്ദിയാക്കുന്നത്. അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. ആ കേസിൽ അദ്ദേഹത്തിനെ വെറുതെ വിട്ടു. അദ്ദേഹം തിരിച്ച് കേസ് കൊടുത്തു. ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. അപ്പോ വീണ്ടും അദ്ദേഹത്തിന് പക്ഷേ അകത്തോട്ട് പ്രവേശനം കിട്ടുന്നില്ല. തന്ത്രിയായിട്ട് അദ്ദേഹം ഹൈക്കോടതി അഭയം പ്രാപിച്ചു. ഹൈക്കോടതി പറഞ്ഞ ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് ഇന്നേ വരെ തീരുമാനം എടുത്തിട്ടില്ല. അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ട ആളാണ്. കാര്യം അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ബന്ദിയാക്കുകയായിരുന്നു ചെയ്തത്. ശോഭാ ജോണിനൊക്കെ ആ കക്ഷികളൊക്കെ ഇപ്പോഴും തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് മോചനമില്ല. എന്തുകൊണ്ടാണ് മോചനമില്ലാത്തത്? അങ്ങനെ മോചനമില്ലാതെ വന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ മഹേഷ് മോഹൻറക്ക് അവിടെ തന്ത്രസ്ഥാനം ഇപ്പൊ വഹിച്ചുകൊണ്ടുവരുന്നത്. ഇപ്പോ കണ്ട രാജീവർക്ക് അസുഖമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മദത്തൻ അവിടെ പോകുന്നു. അവര് പിന്നെ റൊട്ടേഷനായിട്ട് ഓരോ വർഷവും പോകുന്നു. ഇനിയിപ്പോ വരേണ്ടത് ബ്രഹ്മദത്തനാണ്. അത്തരത്തിൽ അങ്ങനെ ഒരു ടേണായിട്ട് അവിടെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ മാവേലിക്കര കോടതിയുടെ വിധിയുമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതൊന്നും പിന്നെ ശാശ്വതമായി പരിഹരിക്കാൻ മഞ്ജുഷെ പ്രത്യേകിച്ച് ഒറ്റമൂലികളോ എളുപ്പ വഴികളോ ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചോ സംഘടനകളെ കേന്ദ്രീകരിച്ചോ പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അയ്യപ്പസേവാ സംഘം അടക്കമുള്ള ഈ സംവിധാനങ്ങളെ അവിടെ നിങ്ങളൊന്നും വിതരണം ചെയ്യണ്ട, അതൊക്കെ ദേവസ്വം ബോർഡ് ചെയ്താൽ മതി? ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2015 ഉത്തരവിട്ടതിന് ശേഷം അന്നദാനം നടത്തുന്ന ആരാണ്? ദേവസ്വം ബോർഡല്ലേ. അതുവരെ അതിന്റെ പേരിൽ എന്തായിരുന്നു പിരിവ്, കൊള്ള? ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. എനിക്കറിയാം, അതിന്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അപ്പൊ അതുപോലുള്ള ഒരുപാട് ഇടപാടുകൾ നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ ശബരിമല. ഇതൊക്കെ നടന്നിട്ടാണ് ഇങ്ങനൊക്കെ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഗോൾഡ് ക്ലാഡിങ് ആൻഡ് ഗോൾഡ് പ്ലേറ്റിംഗ് എന്നുള്ള ആ ഒരു മെയിൻ ആസ്പെക്ട് ഈ പ്രശ്നങ്ങളാണ്. ഗോൾഡ് ക്ലാഡിങ് ആണോ ഗോൾഡ് പ്ലേറ്റിംഗ് ആണോ, ആരാണ് നിശ്ചയിക്കുന്നത്? ഇതിന്റെ അധികാരി ആരാണ്? ഇതൊക്കെ ഹൈക്കോടതി തീരുമാനിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ഏതായാലും ശബരിമല നന്നായിട്ട് പോകണം എന്ന് നിങ്ങൾക്കൊപ്പം ഞാനും തീവ്രമായി ആഗ്രഹിക്കുന്നു. ഒരു വരിയിലൊന്നും ഒരു വരി മാത്രം, ഒറ്റ വരി മാത്രം. അതുകൊണ്ട് ഞാൻ RSSകാരനെല്ലാം അറിയാമല്ലോ. പക്ഷേ കുമ്മനം ചേട്ടന്റെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല രീതിയിലാണ് അയ്യപ്പ സേവാ സമാജം അവിടെ പ്രവർത്തിച്ചിരുന്നത്. അതായത് അയ്യപ്പ സേവാ സംഘവും അയ്യപ്പ സേവാ സമാജവും അവരെ ഒന്നും അഴിമതിയുടെ കാര്യത്തിൽ നിർത്തരുത്. കുമ്മനം ചേട്ടനെ കുറിച്ച് എതിരാളികൾ പോലും കാവ്യ എടുക്കാത്ത സന്യാസി എന്നാണ് പറയുന്നത്. കുമ്മനം ചേട്ടന്റെ ഒരു നേതൃത്വത്തിലോ ആത്മീയ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു അനുഗ്രഹത്തിലോ ഒക്കെയാണ് അവിടുത്തെ 1-2 അയ്യപ്പ സംഘങ്ങൾ ശ്രമിച്ചത്. CPM-കാർക്ക് ഇവരവിടെ വേണ്ട, അല്ലെങ്കിൽ RSSകാരോടുള്ള ദേഷ്യം കാരണം ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നുള്ളതാണ്. ഞങ്ങളടക്കം അവരോട് പറഞ്ഞു, എല്ലാവർക്കും ഉള്ള സ്പേസ് ആണ്, എല്ലാവരും അന്നദാനം കൊടുക്കട്ടെ, അതല്ലേ നല്ലത്. അയ്യപ്പ സേവാ സമാജം ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കളായതുകൊണ്ട് നമ്മുടെ ഇടയിൽ കുറെ അനൈക്യം ഉണ്ടാവുള്ളതല്ലാതെ സേവാ സംഘത്തിനാണെങ്കിലും സേവാ സമാജത്തിനാണെങ്കിലും. ശരി, ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എന്തായാലും 2025 23 മുതൽ 25 വരെ ഉണ്ടായ ഈ ക്രമക്കേടും PS പ്രശാന്തിന്റെ ഭരണസമിതി നടത്തിയ ക്രമക്കേടും തട്ടിപ്പും ഇതും SITയുടെ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തമായിട്ട് പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. PS പ്രശാന്തിന്റെ അറസ്റ്റ് ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണോ? വേണമെന്ന് 93% പ്രേക്ഷകർ. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.